ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഇലാസ്റ്റിക് നൈറ്റിയാണ്. അതിന് നമ്മൾ 2ആയി മടക്കി 4ആയി മടക്കി നല്ല വശം ഉള്ളിൽ വരണം, ചീത്ത വശമാണ് അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ ഞാൻ സാധാരണ നമ്മൾ എല്ലാ നെറ്റിക്കും ആദ്യം നെക്കും ഷോൾഡറൊക്കെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇത് ഞാൻ കയ്യിന് ആദ്യം അടയാളപ്പെടുത്തുന്നു. നമുക്ക് ഇവിടെ വെട്ടിയിട്ട് ഇലാസ്റ്റിക് നെറ്റിക്ക് നമുക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ എയർ ഇട്ടതിന് ശേഷം ഇവിടെ നിന്ന് അളവെടുക്കും. അപ്പോൾ ആദ്യം ഞാൻ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഞാൻ ആം ഹോള് 8.5 ഇഞ്ചാണ് ആം ഹോള്. അപ്പോൾ അതിൽ സ്ലീവിന് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുക്കണം. അങ്ങനെ സ്ലീവ് ആം ഹോള് 9ആണ് ആം ഹോള്. അതിൽ നമ്മൾ 2 ഇഞ്ച് ഏറെടുക്കണം. 2 ഇഞ്ച് ഏറെടുക്കണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇത് വരെ 15 ഇഞ്ച്, ഇവിടുന്ന് തൊട്ട് ഇതുവരെ 11. ഇനി നമ്മൾ ഈ 11 നമ്മൾ 2.5 ഇഞ്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് എന്തിനാണെന്നാ നമ്മൾ ഇങ്ങനെ അടയാളം എടുത്തുന്നിട്ട് ഈ കയ്യിന് നേരിട്ട് നമ്മൾ വെട്ടൂല. കൈ നമുക്ക് ഇവിടെ ഇങ്ങനെ ആം ഹോളിൻ്റെ ഒരു കർവ് വരക്കണം. അതിന് ഞാൻ ഈ സ്കെയിലുള്ളവർ സ്കെയിൽ ഉപയോഗിക്കുക, അല്ലാത്തവർ ഇങ്ങനെ ഉണ്ട്. അല്ലാത്തവർക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ നമ്മളിവിടെ അടയാളപ്പെടുത്തിയ ഇവിടേക്ക് കൊടുത്താൽ മതി. ഇതിലുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇവിടെ അടയാളത്തു, ഇവിടെ വെച്ചിട്ടു. ഇനി നമുക്ക് നമുക്ക് ഇവിടുത്തെ അളവ്, കയ്യിൻ്റെ അളവ് ഞാൻ കയ്യിൻ്റെ അളവ് ഇവിടെ 8.5 എടുക്കുന്നത്. 8 ഇട്ടു, 1.5 ഇഞ്ച് താഴ്ത്തു, അങ്ങനെ 9.5. മനസ്സിലായി? ഇത് കട്ട് ചെയ്ത് ഇതാണ് ഇപ്പോൾ കൈ, 2 കൈയിനുള്ളത് ആയി. ഇനി നമുക്ക് ഈ കൈയിന് നീളത്തിന് നമുക്ക് ഇവിടെ ഈ സൈഡിൽ നിന്ന് വെട്ടിയെടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മളെ നെറ്റിൻ്റെ കട്ടിങ് കട്ടാം. ഇലാസ്റ്റിക് നെറ്റിന് ഇലാസ്റ്റിക് മാക്സി നമ്മൾ അടിക്കുമ്പോൾ പിന്നെ ആദ്യം നമ്മളിവിടെ ഏറിടണം. 4 ഇഞ്ച് ഏറെടുത്തിട്ട് ഇഞ്ച് 2.5 ഉണ്ട്. ഞാനിവിടെ 3 ഇഞ്ച് ഏറെടുത്തു. അങ്ങനെ നമുക്ക് അടി വരെ നമുക്ക് 3 ഇഞ്ച് കൊടുക്കാം. ഇവിടെ 3 ഇഞ്ച് ഏറെടുത്തു.
ഏറിട്ട് നമ്മൾ ഇലാസ്റ്റിക് വരുമ്പോൾ നമുക്ക് ചുരുങ്ങി വരും. എന്നിട്ട് പിന്നെ ഇവിടെ നിന്നാണ്ട് നെക്കിൻ്റെ അളവ് എടുക്കാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് നെക്കിന് അളവെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം അളവെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം അളവ് കേട്ടോ. ഇവിടെ നിന്ന് എടുക്കരുത്, ഇവിടെ നിന്ന് അളവെടുക്കണം. ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം 4.5 ഇഞ്ച്. ഫ്രണ്ട് ഭാഗമാണ് ഇത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അങ്ങനെ ഇത് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡറാണ്. ഷോൾഡർ ഷോൾഡർ 7.5 ഇഞ്ച്, 8 ഇഞ്ച്, 8 ഇഞ്ച് ഷോൾഡർ. ആം ഹോള് 9 ഇഞ്ച്. ഞാൻ ഫ്രണ്ട് വശത്ത് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാക്ക് വശം നമ്മൾ ബാക്ക് വശത്ത് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് വശത്തെ നെക്ക് അളവെടുക്കാം. സാധാരണ നമ്മൾ അളവെടുക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ 2.5 ഇഞ്ച് നെക്കിൻ്റെ വിടുത്ത്. ബാക്ക് നെക്കാവുമ്പോൾ ഫ്രണ്ടിലെ നെക്കിൻ്റെ അത്ര വേണ്ട, 2.5 ഇഞ്ച് ഞാൻ ബാക്കൊക്കെ നെക്കിട്ടുള്ളൂ. ഇതിങ്ങനെ ഒരു സ്ക്വയർ ആയിക്കാണ്ട് വരച്ച് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു ഷേപ്പ് ആയിക്കാണ്ട് യു ഷേപ്പിൽ ഇങ്ങനെ കട്ട്. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഭാഗത്ത് തന്നെ ഇനി ഇത് ഇവിടെ കട്ട് ചെയ്യട്ടോ. ഇത് ബാക്ക് വശമാണ്. നെക്കിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഷോൾഡർ നമ്മൾ എടുത്തിട്ടത് ഫ്രണ്ടിന് എടുത്താൽ അത് മനസ്സിലാൻ വേണ്ടി നമുക്ക് ഇത് വെച്ചാൽ മതി. ഫ്രണ്ടിലെ ഷോൾഡർ
ഫ്രണ്ടിലെ ഷോൾഡർ നമ്മൾ എടുത്തത്. ഞാൻ കട്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ നമുക്ക് ഇവിടെ നിർത്താൻ കഴിയും. ഫ്രണ്ടിലെ ഷോൾഡർ 8 ഇഞ്ചാണ്. അത് നമുക്ക് ആം ഹോള് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ആം ഹോള്. ഷോൾഡർ 8 ഇഞ്ച്, ആം ഹോള് 9 ഇഞ്ച്. അപ്പം നമ്മൾ ബാക്ക് വശത്തും അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഒരുപാട് വീതി ഉണ്ട് ഫ്രണ്ടിലെ പീസ്. കാരണം അത് നമുക്ക് മുന്നിൽ ഇലാസ്റ്റിക് വെക്കാനുള്ളതുകൊണ്ട്. ഇതിപ്പോൾ നമ്മൾ ബാക്കത്ത് വേറെ കട്ട് അളവെടുത്താണ്. അതേ അളവ് തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിലത്തെ ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ തുണി എടുത്തേക്കണം. ആം ഹോള് 9 ഇഞ്ച്. അപ്പം നമ്മൾ ഫ്രണ്ട് തുണി അടിയിലും ബാക്ക് തുണി മുകളിലും വെച്ചു. ഇനി നമ്മൾ ഇത് എക്സ്ട്രാ ഇവിടെ ഇട്ടിട്ട് വേണം ഇതിൻ്റെ മുകളിൽ വെക്കാൻ. കഴുത്തിൻ്റെ 2 കഴുത്തിൻ്റെ ഈ വിടുത്തും ഒരേ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആം ഹോൾ അടയാളിട്ടു, ഷോൾഡർ അടയാളിട്ടു, ആം ഹോൾ അടയാളിട്ടു. ഇനി ആം ഹോള് 9 ഇഞ്ച്. ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ പീസിൽ നിൽക്കാൻ പാടില്ല, ഈ പീസിൽ നിന്ന്. ചെസ്റ്റ് അളവ് 10 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പം അങ്ങനെ 15. 10 ഇഞ്ചും 2 ഇഞ്ച് തയ്യൽ തുമ്പുമ്പോൾ 12 കേട്ടോ. സോറി, 12. ഇനി നമുക്ക് ഈ 12 നമുക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഷേപ്പ്, ഒരു കർവ് കൊടുക്കണം. ഞാൻ ഇവിടെ കുഴിച്ചൊന്നും കാട്ടണില്ല, കാരണം തുടക്കക്കാർക്കൊന്നും കുഴിച്ച് പറഞ്ഞു വെച്ചിട്ട് മനസ്സിലാവില്ല. അപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട് അടയാളപ്പെടുത്ത്. പിന്നെ ഇവിടുന്ന് ഉണ്ട് ഷേപ്പാണ്. പിന്നെ നമ്മൾ സാധാരണ മാക്സി പോലെ തന്നെ ഷേപ്പ് കൊടുക്കുക. ചെറിയ ഷേപ്പ് കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് രണ്ടെണ്ണം കട്ട് ചെയ്തേക്കണേ. ഇനി ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.